സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മെയ് മാസത്തിലെ 2 ഗഡു പെൻഷൻ തുകയായ 3200 രൂപയുടെ വിതരണം അവസാനിച്ച സാഹചര്യത്തിലാണ് വീണ്ടും സന്തോഷവാർത്ത എത്തിയിരിക്കുന്നത്. 55 ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളിൽ നിന്ന് മാത്രം ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്നയാളുകൾക്ക് തനതു മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം കുടിശ്ശിക വിതരണവും ആരംഭിക്കുന്നു. സാധാരണയായി തനതു മാസത്തിലെ പെൻഷൻ തുക വിതരണം മാസാവസാനത്തോടു കൂടിയാണ് വിതരണം ആരംഭിക്കാറ്. എന്നാൽ ഇത്തവണ ഗുണഭോക്താക്കൾക്ക് ജൂൺ മാസത്തിലെ തനത് പെൻഷൻ തുക ജൂൺ 19 മുമ്പായി എത്തിച്ചേരുമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കി. സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ സർക്കാർ സഹായത്തോടു കൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന 8 ലക്ഷത്തോളം വരുന്നയാളുകൾക്ക് ജൂൺ മാസത്തിലെ പെൻഷൻ തുക വരുന്നയാഴ്ച മുതൽ എത്തിച്ചേരും. അതിനുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കി. മെയ് മാസത്തിൽ 2 മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുമ്പോൾ 7 ലക്ഷത്തോളം വരുന്ന NSIP പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 500 മുതൽ 1000 വരെയുള്ള കേന്ദ്ര സഹായത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സഹായം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇന്നു മുതൽ എത്തിച്ചേരും. കേന്ദ്രവിഹിതം അക്കൗണ്ടുകളിൽ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് പുറമെ കൈകളിൽ സ്വീകരിക്കുന്ന പെൻഷൻ അനുവദിച്ച തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അക്കൗണ്ട് അധിഷ്ഠിത വിവരങ്ങൾ അറിയിക്കണമെന്നും നിലവിൽ അക്കൗണ്ടുള്ള ഗുണഭോക്താക്കൾ അത് ആധാർ അധിഷ്ഠിത ബാങ്ക് ആക്കണമെന്നും നേരത്തെ തന്നെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും നിർദ്ദേശം വന്നിരുന്നു. ഇത്തരത്തിൽ നടപടികൾ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് മാത്രമേ കൃത്യമായി കേന്ദ്രവിഹിതം അക്കൗണ്ടിലേക്ക് കൈമാറുകയുള്ളൂ. ജൂൺ മാസത്തിലെ പെൻഷൻ തുക ജൂൺ 19 മുമ്പ് വീടുകളിലും അക്കൗണ്ടുകളിലും എത്തണമെന്ന് സർക്കാർ താൽപ്പര്യം. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ നിലമ്പൂർ മണ്ഡലത്തിലെ ഗുണഭോക്താക്കൾക്ക് വോട്ടെടുപ്പിന് മുമ്പ് തന്നെ പെൻഷൻ എത്തിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അനുമതി സർക്കാർ തേടും. നിലവിൽ ഇനി 2 മാസത്തെ കുടിശ്ശിക മാത്രമാണ് ബാക്കിയുള്ളത്. അവ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് കൊടുത്തു തീർക്കാനാണ് സർക്കാർ തീരുമാനം. കുടിശ്ശിക തുക ഉൾപ്പെടെയുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾ ജൂൺ 25 മുതൽ ഓഗസ്റ്റ് 24 വരെയുള്ള കാലയളവിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കാതിരിക്കുക.